സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഇപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രി. 2024 തുടങ്ങി 6 മാസം പിന്നിടുമ്പോഴും വിരലിലെണ്ണാവുന്ന വിജയങ്ങൾ മാത്രമാണ് കോളിവുഡിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ജനുവരി മാസത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ തമിഴ് ഇൻഡസ്ട്രി ഉറ്റുനോക്കിയ ചിത്രങ്ങൾ ശിവകാർത്തികേയന്റെ അയലാനും ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറുമായിരുന്നു. പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം കണ്ടെത്താൻ ഈ രണ്ട് ചിത്രങ്ങൾക്കും കഴിഞ്ഞില്ല. പിന്നീടുള്ള മാസങ്ങളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഇതിനിടെ മലയാളത്തിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നുമൊക്കെയുള്ള പല ചിത്രങ്ങളും തമിഴിൽ വമ്പൻ ഹിറ്റടിച്ചു. കൂടാതെ ഇൻഡസ്ട്രിയെ കുറച്ചെങ്കിലും താങ്ങി നിർത്തിയത് റിലീസ് ചെയ്ത ചിത്രങ്ങളാണ്. കൂട്ടത്തിൽ ഒന്നാമൻ ഗില്ലി തന്നെയായിരുന്നു. വേറെയും നിരവധി ചിത്രങ്ങൾ തമിഴിൽ സമീപകാലത്ത് റിലീസ് ചെയ്തു. എന്നാൽ അതുകൊണ്ട് മാത്രം തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ നഷ്ടം നികത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അരൺമനൈ 4 എന്ന ചിത്രമാണ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റെങ്കിലും കോളിവുഡിന് സമ്മാനിച്ചത്. ചിത്രത്തെക്കുറിച്ചുള്ള സമ്മിശ്ര പ്രതികരണമാണ് പുറത്തു വന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് വിജയ് സേതുപതി ചിത്രമായ മഹാരാജയും സർപ്രൈസ് ഹിറ്റടിച്ചു. എന്നിരുന്നാലും സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തകർന്നടിഞ്ഞ ഒരവസ്ഥയാണ് കോളിവുഡിന് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ 2023 ജനുവരിയിൽ പൊങ്കൽ റിലീസായി എത്തിയ ചിത്രങ്ങളിലൂടെ മാത്രം ഈ 6 മാസത്തേക്കാൾ കളക്ഷൻ നേടാൻ കോളിവുഡിന് കഴിഞ്ഞിരുന്നു. വിജയ് നായകനായി എത്തിയ വാരിസും അജിത്ത് നായകനായി എത്തിയ തുനിവും മാത്രം 500 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ OTT പേയ്മെന്റ് അടക്കം സ്വന്തമാക്കിയത്. പിന്നീട് ബോക്സ് ഓഫീസിൽ തുടരെ സിനിമകൾ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വർഷത്തെ അവസ്ഥ അതിദാരുണമാണ്. 2024 ആദ്യ പകുതി വൻ പരാജയമാണെങ്കിലും രണ്ടാം പകുതിയിൽ കോളിവുഡ് ഇൻഡസ്ട്രി ഇരട്ടി വിജയവുമായി എത്തുമെന്ന് പ്രതീക്ഷയുണ്ട്. തലൈവർ ചിത്രം വേട്ടയ്യൻ, ദളപതിയുടെ ദി ഗോട്ട്, ഉലകനായകന്റെ ഇന്ത്യൻ 2, തലയുടെ വിടാമുയർച്ചി, സൂര്യയുടെ കങ്കുവ, വിക്രത്തിന്റെ തങ്കലാൻ എന്നിങ്ങനെ വമ്പൻ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ബിഗ് ബജറ്റ് പ്രോജക്റ്റുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. രജനീകാന്തിന്റെയും വിജയുടെയും ചിത്രങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങളാണെങ്കിൽ പോലും ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻകാല ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഒപ്പം മറ്റ് ചിത്രങ്ങൾ കൂടി സൂപ്പർ ഹിറ്റ് അടിച്ചാൽ 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ഇൻഡസ്ട്രികളിൽ ഒന്നായി തന്നെ കോളിവുഡും തിളങ്ങും. വേട്ടയൻ എന്ന ചിത്രത്തിനു വേണ്ടി മലയാളികളും കാത്തിരിക്കുന്നതിന് പിന്നിൽ ഫഹദ് ഫാസിൽ എന്ന നടന്റെ സാന്നിധ്യം കൂടിയുണ്ട്. മാത്രമല്ല ജയിലറിന്റെ വമ്പൻ ഹിറ്റിന് പിന്നാലെയാണ് രജനീകാന്തിന്റെ അടുത്ത ചിത്രം എത്താൻ പോകുന്നത്. ദി ഗോട്ടിന്റെ കാര്യമെടുത്താൽ വിജയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ സിനിമകളിൽ ഒന്നായാണ് ഗോട്ടിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മിശ്ര പ്രതികരണങ്ങൾ വന്നാൽ പോലും മുൻകാലത്തെ ചിത്രങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ ചിത്രം തൂക്കുമെന്ന് ഉറപ്പാണ്. കോളിവുഡിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പുതിയ സിനിമകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ എന്ന വാർത്തയാണ് കോളിവുഡിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. തമിഴിൽ 1 വർഷത്തേക്ക് പ്രദർശനം നടത്താനുള്ള സിനിമകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഈ സിനിമകളുടെ പ്രദർശനം നടത്താതെ പുതിയ സിനിമകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നത് വലിയ നഷ്ടം വരുത്തുമെന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട നിർവാഹക സമിതി യോഗം ഈ ആഴ്ച ചേരാനാണ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഈ വിഷയത്തിൽ വൻ പ്രതിഷേധവും അരങ്ങേറുന്നുണ്ട്. താരങ്ങൾ വമ്പൻ പ്രതിഫലം വാങ്ങുന്നതാണ് ഇത്രയും നഷ്ടം വരാൻ കാരണം എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പറയുന്നത് താരങ്ങളുടെ പ്രതിഫലമല്ല, നിർമ്മാണത്തിലെ അധിക ചെലവുകളാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നാണ്. താരങ്ങൾ പ്രതിഫലം ചോദിക്കുന്നത് അവരുടെ വിപണിയിലെ മൂല്യം അനുസരിച്ചാണെന്നും അത് കുറയ്ക്കാൻ പറയാൻ സാധിക്കില്ല എന്നും പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ വിശദമാക്കുന്നുണ്ട്. താരമൂല്യം കണക്കിലെടുത്തും പ്രതിഫലം ചോദിച്ചറിഞ്ഞും തന്നെയാണ് നിർമ്മാതാക്കൾ നടീനടന്മാരെ സെലക്ട് ചെയ്യുന്നതെന്നും എന്നാൽ പ്രതിഫലത്തെ കൂടാതെയുള്ള അമിത ചെലവുകൾ താരങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നതും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല പറഞ്ഞ സമയത്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന സംവിധായകരും അമിത ചിലവിന് കാരണമാകുന്നുണ്ട്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ് ഇതിന് കാരണം. എത്ര പ്ലാൻ ചെയ്താലും 1-2 ആഴ്ച സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോയേക്കാം. എന്നാൽ അതിലും കൂടുതൽ ഷൂട്ടിംഗ് നീളുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നിർമ്മാതാക്കൾ എത്തുകയും ചെയ്യുന്ന അവസ്ഥ സ്ഥിരമാകുന്നുണ്ടെന്നാണ് പ്രൊഡ്യൂസേഴ്സ് ഉന്നയിക്കുന്ന പരാതികളിലൊന്ന്. ഷൂട്ടിംഗ് സെറ്റിലെ അമിത ചിലവുകൾ കുറച്ച് മുൻപേ തീരുമാനിച്ച ബജറ്റിനുള്ളിൽ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി സമയബന്ധിതമായി സിനിമ ചെയ്ത് തീർക്കണം എന്നാണ് പ്രൊഡ്യൂസേഴ്സ് ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ല പുതിയ സിനിമകളുടെ പ്രഖ്യാപനവും നിർമ്മാണവും നിർത്തിവെക്കുന്നത് എന്നും വിപണിയുടെ തിരിച്ചുവരവാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രൊഡ്യൂസേഴ്സ് ഇതിനോടൊപ്പം തന്നെ അറിയിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിയിൽ പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനം മാറുന്നുണ്ടോ എന്നറിയാൻ
പുതിയ യോഗം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും വിജയുടെ ഗോട്ട് സെപ്റ്റംബറിൽ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. ബോക്സ് ഓഫീസിലെ കോളിവുഡിന്റെ പ്രതിസന്ധി ഒരു പരിധിവരെ മാറ്റാൻ ഈ ചിത്രത്തിന് സാധിച്ചേക്കും എന്നാണ് തമിഴ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത്. രജനീകാന്തിന്റെ വേട്ടയന്റെ റിലീസ് ഒക്ടോബർ മാസത്തിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ചിത്രങ്ങളുടെ ഭാവി എന്താകും എന്നറിയാനാണ് ആരാധകരും കാത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന വമ്പൻ താരചിത്രങ്ങൾ കോളിവുഡ് ഇൻഡസ്ട്രിയുടെ സാമ്പത്തിക പ്രതിസന്ധി നീക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.